ആദ്യത്തെ അപ്ഡേറ്റ് കൊൽക്കത്തയുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ സീസണിന് മുന്നോടിയായുള്ള അഴിച്ചുപണി ഓൾറെഡി KKR തുടങ്ങിയിട്ടുണ്ട്. കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റിനെ കോച്ചിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റിയെന്ന ന്യൂസ് KKR ഇന്നലെ പുറത്തുവിട്ടിരുന്നു. വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. 2021 മക്കല്ലം ഇംഗ്ലണ്ടിന്റെ കോച്ചായി പോയപ്പോഴായിരുന്നു ചന്ദ്രകാന്ത് പണ്ഡിറ്റ് KKRന്റെ കോച്ചായി വന്നത്. എന്നാൽ അദ്ദേഹം ഒറ്റയ്ക്ക് ടീമിനെ മാനേജ് ചെയ്ത 3 വർഷവും വളരെ ഡിസപ്പോയിന്റിംഗ് ആയ സീസണാണ് അവർക്ക് കിട്ടിയത്. പണ്ഡിറ്റിനൊപ്പം ബൗളിംഗ് കോച്ച് ഭരത് അരുൺ കൂടി ടീമിൽ നിന്ന് പോകുമെന്ന ന്യൂസ് കാണുന്നുണ്ട്. അരുണിനെ CSK സൈൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ന്യൂസ്. മോസ്റ്റ് പ്രോബബിളി ഒരു ക്യാപ്റ്റൻസി ചേഞ്ച് കൂടി KKRൽ കണ്ടേക്കാം. കപ്പ് നേടിയ പ്രൈമറി ടീമിനെ പോലും നിലനിർത്താൻ പറ്റാത്ത മാനേജ്മെന്റാണ് അവർക്കുള്ളത്. ഓയിൻ മോർഗൻ കൊൽക്കത്തയുടെ പുതിയ കോച്ച് അയക്കുമെന്നാണ് നിലവിലെ ന്യൂസ് പ്രകാരം കാണുന്നത്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഓവലിൽ അവസാന ടെസ്റ്റിന് വേണ്ടി ഇന്ത്യ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഗംഭീറും പിച്ച് ക്യൂറേറ്ററും തമ്മിൽ വാക്തർക്കമുണ്ടായ വീഡിയോ വൈറലായി മാറിയിരുന്നു. പിച്ചിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയിലേക്ക് ഇന്ത്യൻ താരങ്ങൾ കടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു ക്യൂറേറ്റർ പ്രശ്നമുണ്ടാക്കിയത്. എന്നാൽ സ്പൈക്ക് പോലും ഇടാതെയാണ് ഇന്ത്യൻ താരങ്ങൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്. ഇത് ഗംഭീറിനെ നന്നായി ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് രണ്ടുപേരും തമ്മിൽ വാക്തർക്കമുണ്ടായത്. ഗംഭീറിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ ക്യൂറേറ്റർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതുകൂടാതെ അവസാന മത്സരത്തിൽ ബുംറ കളിക്കില്ല എന്ന കൺഫർമേഷൻ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. താരത്തിന്റെ വർക്ക്ലോഡ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി 3 ടെസ്റ്റിൽ മാത്രമേ താരത്തെ കളിപ്പിക്കൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഫോളോ ചെയ്യാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്.